നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആശയവിനിമയം ഇല്ലാതായിട്ട് ഇപ്പോൾ മാസങ്ങളായിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും അതിർത്തിയിൽ ചൈന നടത്തുന്ന കയ്യേറ്റ ശ്രമങ്ങൾ, അല്ലെങ്കിൽ അതിർത്തി ഗ്രാമങ്ങളിൽ കൂടുതൽ ചൈനീസ് പൗരന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ G20 ഉച്ചകോടിക്ക് ശേഷം കാര്യമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഇപ്പോഴിതാ മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഒരു ഹ്രസ്വ സംഭാഷണം നടന്നിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും രസകരമായ സംഭവം എന്തെന്നാൽ, ഈ ഹ്രസ്വ സംഭാഷണത്തിൽ ഇരു മന്ത്രിമാരും എന്താണ് സംസാരിച്ചതെന്ന് ഇതുവരെയും മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു പാനൽ ചർച്ചയ്ക്കിടയിൽ എസ് ജയശങ്കർ വേദിയിലേക്ക് കയറാൻ ഒരുങ്ങുകയും അതിനോടൊപ്പം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് വേദിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത ആ ഒരു സമയത്ത്, ആ ഒരു ചെറിയ നേരത്താണ് ഇരുവരും തമ്മിൽ ക്യാമറകൾക്ക് ചുറ്റും നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ ലഘു സംഭാഷണം നടത്തിയത്. എന്തായാലും ഈ ഒരു സംഭാഷണത്തെ ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാരാണ് മാസങ്ങളായി തമ്മിൽ ഒരു ആശയവിനിമയം നടത്താത്ത രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ എന്തായിരുന്നു സംസാരിച്ചത് എന്നതിനെ പറ്റിയുള്ള വിവിധ ചർച്ചകൾ ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ആഗോള സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വാർഷിക സമ്മേളനമായിരുന്നു മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യയും ചൈനയുടെയും വിദേശകാര്യ പ്രതിനിധികൾ, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രിമാർ 2023 ജൂലൈയിൽ നടന്ന ആസിയാൻ മീറ്റിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിൽ വെച്ചാണ് അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിൽ എന്തായാലും ഈ വീഡിയോ വലിയ തോതിൽ വൈറലാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതിനിധികളായതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്കും ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇവർ സംസാരിച്ചത് എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്ന റീച്ച് അത് വളരെയധികം മില്യണുകൾ കടന്നുകൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇത് വരുന്നുമുണ്ട്. എന്തായാലും ഹിന്ദുസ്ഥാൻ ടൈംസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.